നമസ്കാരം. ജിന്ന്, വോഡ്ക, റമ്മ്, ബ്രാൻഡി, ടക്കീല, വിസ്കി, ഇതാണ് ഇവന്മാരോട് നമുക്കുള്ള ഇഷ്ടത്തിന്റെ ഒരു ഗ്രാഫ്. ജിന്ന്, വോഡ്ക, വൈറ്റ് റമ്മ്, ഇത് നമ്മൾ സാധാരണ കോക്ടെയിലിന് വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ ഗ്ലാസ്സുകൾ ഉപയോഗിക്കും. ഈ ടക്കീല നമ്മൾ യൂഷ്വലി ഷോർട്ടായിട്ടും പിന്നെ കോക്ടെയിലായിട്ട് ഉപയോഗിക്കും. അപ്പോൾ ഷോർട്ട് ഗ്ലാസ്സോ കോക്ടെയിൽ ഗ്ലാസ്സോ ഉപയോഗിക്കും. ഇനി ഇവന്മാര് സ്പൈസ് റമ്മ്, ബ്രാൻഡി, വിസ്കി, ഇതടിക്കാൻ വേണ്ടി ഞാൻ സാറിന് ഉപയോഗിക്കുന്നത് ഈ ഗ്ലാസ് ആണ്. റോക്ക് ഗ്ലാസ്, ഓൾഡ് ഫാഷൻ ഗ്ലാസ്, ലോ ബോൾ ഗ്ലാസ്, വിസ്കി ഗ്ലാസ്, അങ്ങനെ പല പേരിൽ പറയും. പക്ഷെ ഇത് ഏത് വേണമെങ്കിലും ഇതുപോലൊരു ഗ്ലാസ്സിൽ ഉപയോഗിക്കാൻ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതല്ല. വന്ന പോലെ തന്നെ സ്ക്രോൾ ചെയ്ത് വെക്കോ. ഞാൻ സാധാരണ ഈ ഗ്ലാസ്സിൽ ഒരു വലിയ ഐസ് ഇട്ട് സിപ്പ് ചെയ്തങ്ങ് അടിക്കുക ചെയ്യാറുള്ളത്. അത് ശരിയായിട്ടുള്ള രീതിയാണെന്ന് ചോദിച്ചാൽ എനിക്ക് യാതൊരു പിടിയില്ല. ഇവന്മാരെ രണ്ടിനെയും, ബ്രാൻഡിയും വിസ്കിയും, പ്രൊഫഷണലായിട്ട് ടേസ്റ്റ് ചെയ്യുന്ന ഗ്ലാസ്സുകളുണ്ട്. ബ്രാൻഡിക്കുള്ളത് ഈ സാധനമാണ്, ബ്രാൻഡി സ്നിഫർ. അതിങ്ങനെയാണ് പിടിക്കുന്നത്. ഇതിൽ ബ്രാൻഡി എടുത്ത് ഇങ്ങനെ രണ്ട് ഇളക്കിളക്കുമ്പോൾ നമ്മുടെ കൈയുടെ ടെമ്പറേച്ചർ ബ്രാൻഡിയിലെത്തും. അടിക്കുന്ന മെത്തേഡും അതുപോലെ തന്നെ ചെറിയ സിപ്പ് എടുത്ത് നാവിലൊക്കെ ചുറ്റിച്ച് വളരെ ടേസ്റ്റോടുകൂടി നുണഞ്ഞ് കഴിക്കണം എന്നാണ് വിദഗ്ധന്മാർ പറയുന്നത്. നമ്മുടെ ഫേവറേറ്റ് ഐറ്റം അതല്ലല്ലോ. നമ്മുടെ ഫേവറേറ്റ് ഇവനാണ് വിസ്കി. അതിനുപയോഗിക്കുന്ന ഗ്ലാസ് ആണ് ഇവൻ, ഗ്ലെൻകെയ്ൻ ഗ്ലാസ്. അതുപോലെ തന്നെ വിസ്കിക്ക് രണ്ട് ടൈപ്പ് വേറെ ഗ്ലാസ്സുകളോട് ഉപയോഗിക്കും. കപ്പീറ്റ ഗ്ലാസും 2 വോളുള്ള നോർലോൺ ഗ്ലാസും. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഇതാണ്. പണ്ട് ഇത് സ്കോച്ച് വിസ്കിക്ക് വേണ്ടി ഉണ്ടാക്കിയ സാധനമാണ്. ഇപ്പം എല്ലാവിധ വിസ്കികളും ഇതിലാണ് ടേസ്റ്റ് ചെയ്യുന്നത്. വിസ്കിയുടെ ഫുൾ ആസ്വാദനം കിട്ടണമെങ്കിൽ ഇതിലടിക്കണം എന്നതാണ് ഐതിഹ്യം. ഈ ഒരു ടുലിപ്പ് ഷേപ്പ് കൊണ്ട് തന്നെ മാക്സിമം അരോമയും ടേസ്റ്റും ഒക്കെ പുറത്തോട്ട് വരുമെന്നും അതുപോലെ പിടിക്കുന്നതും ഇങ്ങനെ ആയതുകൊണ്ട് ഈ ബൾബുമായിട്ട് കൂടുതൽ കോണ്ടാക്ട് വരുന്നില്ല. അതുകൊണ്ട് നമ്മുടെ കൈയുടെ ടെമ്പറേച്ചർ ഇതിലോട്ട് പിടിക്കത്തുമില്ല. ഇവന്റെ ഒരു പരിപാടി എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു 45-60 ഇടയ്ക്ക് അങ്ങോട്ട് ഒഴിക്കുക, എന്നിട്ടൊന്ന് ചുറ്റിക്കുക. ആദ്യം ഇവന്റെ കളറും ആ വിസ്കോസിറ്റിയും ഒക്കെ എൻജോയ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇവനെ ഇങ്ങനെ മൂക്കിനടുത്ത് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ സ്മെല്ല് പിടിക്കുക. അങ്ങനെ സ്മെല്ല് പിടിക്കുമ്പം ശകലം വാ ഓപ്പൺ ആയിരിക്കണം, അല്ലെങ്കിൽ അതിന്റെ ഇന്റൻസ് ആയിട്ടുള്ള സ്മെല്ല് നമുക്ക് അരോചകമായിട്ട് തോന്നും. അത് കഴിഞ്ഞ് അത് മൂക്കിലോട്ട് ഇങ്ങനെ ചേർത്ത് വെച്ച് ഹെവി ആയിട്ട് ഇൻഹേൽ ചെയ്ത് അങ്ങോട്ട് ആസ്വദിക്കുക. അതും കഴിഞ്ഞാണ് നമ്മുടെ ടേസ്റ്റിങ്. വളരെ ചെറിയൊരു സിപ്പ് ആദ്യം എടുത്ത് വായിലും പാലറ്റിലും എല്ലാം ഒന്ന് കൊള്ളിച്ച് വാ മുഴുവൻ അങ്ങോട്ട് സ്പ്രെഡ് ചെയ്യുക, എന്നിട്ട് ഇറക്കി വിടുക. അടുത്ത സ്റ്റെപ്പിന് ഇതിന്റെ അരോമയും ടേസ്റ്റും ഒന്നുകൂടെ എക്സ്ട്രാ ആഡ് ചെയ്യാൻ വേണ്ടി ഒരു ചെറിയ അളവിൽ വെള്ളം ഒഴിക്കുക. ഈ പറഞ്ഞ അരോമയും ടേസ്റ്റും ഡബിൾ ആക്കും എന്നാണ് പറഞ്ഞത്. എന്നിട്ട് വീണ്ടും ചുറ്റിച്ചിട്ട് ഇതേപടി വായി കൊള്ളിച്ചിട്ട് വായിക്കൂടെ മുഴുവൻ ഒന്ന് ഓടിച്ച് എല്ലായിടത്തും എത്തിച്ച് അങ്ങോട്ട് ഇറക്കുക. ഇനി ഇതൊക്കെ വലിയ ടാസ്ക് ആണ്, ഈ ഗ്ലാസ് കിട്ടാനുള്ളതെന്നൊക്കെ തോന്നുകയാണെങ്കിൽ നമ്മുടെ സാധാരണ യൂഷ്വൽ ഗ്ലാസ് എടുക്കുക, ഒരു വലിയ പീസ് ഐസ് ഇടുക, വേണമെങ്കിൽ മാത്രം ലേശം പച്ചവെള്ളം ഒഴിച്ച് അങ്ങോട്ട് ഇളക്കി സിപ്പ് ചെയ്ത് പതുക്കെ അങ്ങ് അടിക്കുക. ഒറ്റ റിക്വസ്റ്റേ ഉള്ളൂ, സോഡയോ ജ്യൂസോ എനർജി ഡ്രിങ്കോ ഒക്കെ ഒഴിച്ച് ഈ സാധനത്തിനെ ബലാത്സംഗം ചെയ്യാതിരിക്കുക. അതുപോലെ ഡിസ്പോസിബിൾ ഗ്ലാസ്സിൽ ഒഴിച്ച് കൊല്ലാക്കൊല ചെയ്യാതിരിക്കുക. ന്യൂ ഇയർ പ്രമാണിച്ച് നമ്മൾ ചെറിയ ബ്രേക്കിലായതുകൊണ്ട് അടിയില്ല. ഇതുപോലെയൊക്കെയുള്ള ഉപദേശങ്ങളായിട്ട് വീണ്ടും വരാം. അതുവരെ ചിയേഴ്സ്.